ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. മീൻകറി എന്ന് പറയുമ്പോഴത്തേക്കും ചാള പുളിയിട്ട് വെച്ചതല്ലെങ്കിൽ മുളകിട്ട് വെച്ചതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചാള പുളിമുളകും ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പുളിമുളക് എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മറ്റേത് മീനേക്കാട്ട് ചാള പുളിമുളകും വയ്ക്കുമ്പോഴുള്ള ലെവലൊന്ന് വേറെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് ചാള നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു 10-20ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് ഒന്ന് കീറി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. പുളിമുളകൊക്കെ നമ്മൾ നാടൻ റെസിപ്പിയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നാടൻ റെസിപ്പിയൊക്കെ വിറകടുപ്പിൽ ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കിന് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ചട്ടി തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നമ്മൾ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നത്. കടുകല്ല ഇട്ട് കൊടുക്കുന്നത്, ഉലുവയാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ വാളംപുളി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉലുവയൊക്കെ ഒന്ന് ചൂടായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കണേ. കൊച്ചുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ കൊച്ചുള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. അടുപ്പിലായതുകൊണ്ട് തന്നെ നമ്മൾ പൊടി ഐറ്റംസൊക്കെ നേരിട്ട് ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകാൻ കൂടുതൽ ചാൻസാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോവില്ല. മറ്റപ്പോൾ നേരിട്ട് ഇടുമ്പോഴത്തേക്കും ആ ഒരു അടുപ്പിൻ്റെ ചൂടിൽ നമ്മൾ പൊടിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ കൂടുതൽ ചാൻസാണേ. അപ്പോൾ നമ്മൾ കാശ്മീരി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ മുളക് പാത്രത്തിലോട്ട് ഞാൻ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൊണ്ട് ഒന്ന് കഴുകി എടുത്ത് ഒഴിക്കുന്നുണ്ട്. ഈ സമയം പുളിവെള്ളം കൊണ്ട് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മളെ പൊടി ഒട്ടും തന്നെ കരിയാതെ അത് മിക്സായി വരികയും ചെയ്യും. ഇനി ബാക്കിയുള്ള പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ കറിക്ക് എത്ര വെള്ളം വേണോ അത് കൂടി ചേർത്ത് കൊടുക്കാമേ. വെള്ളം ഒന്ന് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുളിമുളകിൻ്റെ റെസിപ്പി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഒത്തിരി ഇഷ്ടമാവും.
ഇതിലോട്ട് 2 കറിവേപ്പില കൂടി ഒന്നുകൂടെ ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി എടുത്തതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുളിമുളകിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരിക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.